Best Malayalam film, Network Award for the Best Malayalam film goes to Feminist Fatima by Fasil Muhammad. Fasil Muhammad for Feminist Fatima, which are Minister of Kerala, Sri Pinarayi Vijayan. IFFKയിൽ 5 പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഫെമിനിച്ചി ഫാത്തിമ. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആ സിനിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഫാസിൽ. നമസ്കാരം. ഇപ്പോൾ ഏറെ സന്തോഷമുള്ള ഒരു മൊമെന്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഒരു അവാർഡ് കിട്ടിയ സമയത്ത് അന്ന് സ്റ്റേജിലേക്ക് കയറുമ്പോൾ അത്ര സമയം എന്തായിരുന്നു ശരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായി? അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര അവാർഡുകൾ കിട്ടുന്നുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ അവാർഡുകളിങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ച് നമ്മൾ പോയി. അപ്പോൾ അതിന് സന്തോഷം കിട്ടി. പിന്നെ വീണ്ടും നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെ അപ്പം ആവേശമായി മാറി. അപ്പോൾ ഇങ്ങനെ അവിടെ പോവുക, അവിടെ കളക്ട് ചെയ്യുക, വരിക എന്നുള്ളത് നമുക്കതൊരു സന്തോഷം പറയും. പിന്നെ ആവേശമായി ഇങ്ങനെ ഒരു സാധനം വന്നു. സന്തോഷമാണ്. പിന്നെ ആ സമയങ്ങളിൽ ഓർത്ത് വെച്ചാൽ ഇപ്പോൾ ഇത്രയും കാലത്തൊരു പ്രയത്നമുണ്ട്. ഇതുപോലെ പെട്ടെന്ന് കിട്ടിയതല്ല. നമ്മളതിന് പിന്നാലെ ഇങ്ങനെ കുറേ കാലത്ത് ഇങ്ങനെ യാത്രയുടെ അവസാനമായിട്ടാണ് അത് എത്തിയിട്ടുള്ളത്. ആ ചിന്തകളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആ ഒരു ഇതിൽ എന്തായാലും ആ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സമയം ഒരു ബ്ലാങ്ക് ആയിരുന്നു. ലാസ്റ്റ് കഴിയുമ്പോഴത്തേന് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, എന്താ ഇവിടെ നടക്കണമെന്ന് പറയാൻ നിൽക്കുകയായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആവേശം ആ കാണികളിലും അത് സദസ്സ് മുഴുവൻ ആഘോഷിക്കുകയായിരുന്നു. അവര് നിങ്ങൾക്കൊപ്പം ചേർന്നല്ലേ? അതെ, നമ്മള് ബെസ്റ്റ് ഓഡിയൻസ് ഫുൾ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു വൈബ് കിട്ടിയിരുന്നു. എല്ലാവരും പടം കണ്ടതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് പടം അടിപൊളിയാണ് കേട്ടോ, ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ നോട്ട് ചെയ്തിട്ടുള്ളത്. കാണുന്നവരൊക്കെ പറയും ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെ നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരൊരു ഒരു ഒരു സ്നേഹം നമുക്ക് കറക്റ്റ് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഓഡിയൻസിൻ്റെ. അപ്പോൾ ആ ഒരു സ്നേഹം തന്നെയാണ് ആ കാണികളും ആ സമയത്ത് അവാർഡ് അനൗൺസ് ചെയ്യുമ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഫാസിലിന്റെ ആദ്യത്തെ സിനിമ, ആ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്ന വലിയൊരു ത്രെഡാണ്. ആ ത്രെഡിൽ നിന്ന് വന്നൊരു ഒരു പടത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ശരിക്കും പ്രതീക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു IFFK ഒരു സ്ക്രീനിങ് ഞാൻ എന്തായാലും ആഗ്രഹിച്ചിരുന്നു. കാരണം നമ്മളൊരു ചെറിയ സിനിമ ചെയ്യുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ഉൾപ്പെടുത്തി, വലിയ ആർട്ടിസ്റ്റൊന്നും ഇല്ല, ചെറിയ രീതിയിൽ നമ്മളതിന് പടം ചെയ്യണം. അപ്പോൾ അങ്ങനെ പടം ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പടം മാർക്കറ്റ് ചെയ്യില്ലെങ്കിൽ കടം മറ്റുള്ള ആളെ കാണിക്കാനുള്ള ഏറ്റവും വലിയ ഓപ്ഷനാണ് IFFK എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മുടെ സിനിമകൾക്കുള്ള സാധ്യതകൾ നമുക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ക്രീൻ ചെയ്യണം, ആളുകൾ കാണണം എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ അവിടെ സെലക്ട് ആയപ്പോൾ തന്നെ ഞെട്ടിച്ച്. ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലാണ് സെലക്ട് ആയത്. പിന്നെ അവിടുന്ന് ആ പടം തിയേറ്ററിൽ സ്ക്രീനിങ് ചെയ്യുന്നത് ഗംഭീര അഭിപ്രായങ്ങൾ നേടുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഞെട്ടൽ പരിപാടിയിൽ ഇങ്ങനെ പോയിട്ടിരിക്കുകയായിരുന്നു. ബേസിക്കലി IFFK എന്നുള്ള പ്ലാറ്റ്ഫോം നമുക്ക് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു പരിപാടിയിലോട്ട് നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷേ ഈ ചെറിയ പടത്തിന് തന്ന ഏറ്റവും വലിയ സാധ്യത തന്നത് IFFK ആണ്. ശരിക്കും ആ സിനിമയുടെ പേര് എന്ന് പറയുന്നത് ഫെമിനിച്ചി ഫാത്തിമ. അതിനൊരു ഡിഫറെന്റ്, എല്ലാവരും ഫെമിനിച്ചിയോ അത് പൊതുവേ ഒരു ചർച്ചയാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെ ആ പേരിലേക്കും കൂടെ എത്തി. പേരിൽ എനിക്ക് ആദ്യം ടൈറ്റിലാണ് കത്തിയത്. എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ ആലോചിച്ച് ഒരു ടൈറ്റിലോട്ട് ഞാൻ എത്തി. ഫെമിനിച്ചി ഫാത്തിമ ഭയങ്കര രസമുള്ള 2 ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റുള്ള പേരുകളാണ്. എനിക്കത് ഭയങ്കര വർക്കായി. അത് രസമുള്ള ഒരു സംഭവമാണ്. ആൾക്കാർക്ക് എന്താണ് സംഭവം എന്നുള്ള സംഭവം തോന്നാനുള്ള സാധ്യതയുള്ള ഒരു ടൈറ്റിലാണ് തോന്നി. അപ്പോൾ അതിനൊറ്റൊരു കഥ ഇങ്ങനെ ഞാൻ ആലോചിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിൽ നിൽക്കാൻ പോണത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നത് എൻ്റെ പെങ്ങൾ ചീത്ത പറയുക, അപ്പം ബെഡിൽ മൂത്രയിച്ചിട്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഇട്ട് അങ്ങനെ എണീക്കണേ തന്നെ മൂത്ത നട്ടിക്കാണ്ട് കൊണ്ടെടുക്കായിരുന്നു, ഇതിൻ്റെ മണം പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഡയലോഗ് പറയുന്നത്. അപ്പോൾ ഇതെനിക്ക് മനസ്സിൽ കണക്റ്റായി. കാരണം ഇതിൽ 2 ഇമോഷൻ ഉണ്ട് ആ ഡയലോഗിൽ. മൂത്ത നട്ടിക്കാണ്ട് കൊണ്ടെടുക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും കെയർ ചെയ്ത് കൊണ്ടുവരുന്നത് ബെഡാണത്. അപ്പം അതിൻ്റെ മണം പോവില്ല എന്ന് പറയുമ്പോൾ ഇനി ഭാവിയിൽ ആ മണം സഹിക്കണമല്ലോ എന്നുള്ളൊരു സംഭവം കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷനിൽ നിന്നാണ് ഈ പടം വന്നത്, ഈ കഥ ഉണ്ടായത്. പിന്നെ ആ ഫെമിനിച്ചി എന്നുള്ള ഫാത്തിമ എന്നുള്ള ടൈറ്റിൽ ഇതിലൂടെ അപ്ലൈ ചെയ്ത് ഫൈനലിലോട്ട് എത്തുമ്പോൾ അത് കറക്റ്റായിട്ട് പ്ലേസ് ആയി എന്നുള്ളതാണ്.
ഇത് തന്നെയാണ് അതിന്റെ ഒരു ത്രെഡും, അതുപോലെ കിടക്ക, ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരുപാട് കഥകൾ, ഒരുപാട് തീം ഇതിൽ നിന്ന് വലുതായിട്ട് ഇലാബറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അതായത് മൊത്തത്തിൽ നമ്മളൊരു ഒരു ഒരു ആ ഒരു ബെഡിന്റെ കാര്യം മാത്രമല്ല, ഒരു സാധാരണ ഒരു സ്ത്രീ വീട്ടിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവര് ഓവർകം ചെയ്യേണ്ട കുറേ സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ഫിനാൻഷ്യലി വീട്ടാകുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, അത് എത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ വീട്ടിൽ അവരൊരു സ്വാതന്ത്ര്യം എങ്ങനെയാണ് വീട്ടിൽ ആവുക, അങ്ങനെ പല രീതിയിൽ പല ചർച്ചകൾ നമ്മൾ അതിലൂടെ നമ്മൾ ചെറിയ ചെറിയ എലിമെൻറ്റുകളിട്ട് ഒരു സോഷ്യൽ മീഡിയ സ്ത്രീനെ എത്രത്തോളം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്കിങ്ങനെ അങ്ങനെ അതിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് വർക്കായി തന്നെ അപ്പുറത്തും അത് ഭയങ്കര റിലേറ്റബിൾ ആയി എന്നുള്ളതാണ് ആൾക്കാർക്ക്. സാധാരണ കാണുന്ന ആളുകൾക്ക് അവിടെ കണ്ട ആൾക്കാർക്ക് ഭയങ്കര റിലേറ്റായി. അത് നമ്മളെ കഥ തന്നെയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നടക്കുന്ന കഥയാണല്ലോ. അപ്പോൾ ആ ഒരു കളക്ഷൻ വന്നുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവരത് എൻജോയ് ചെയ്ത് കണ്ടെന്നുള്ളതാണ്. മുസ്ലിം മതത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യം കൂടി ഈ സിനിമയിൽ പറയുന്നുണ്ട്. എന്താണ്, കിടക്കയിൽ നായ മൂത്രമൊഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വിഷയം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഈ മുസ്ലിം സമുദായത്തിലെ ഒരു അത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയും ഗൗരവതരമായിട്ടുള്ളൊരു കാര്യത്തെ പറഞ്ഞു വെക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം, അത് പക്ഷേ എന്നാൽ പ്രേക്ഷകരെ ഒട്ടും അതൊരു അലോസരം ഉണ്ടാക്കാത്ത രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? അല്ല, അതൊരു മതവിഭാഗത്തിന്റെ പ്രശ്നമൊന്നുമല്ല. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യർ മാറാന്നുള്ളതിന്റെ ചില കാര്യങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. ചില സംഭവങ്ങൾ അത് ഞാൻ പറഞ്ഞതിൽ ഇപ്പോൾ നമ്മൾ പണ്ട് തലെയുള്ള സംഭവമാണ് മണ്ണിട്ട് കഴുകുക നായ തൊട്ട് കഴിഞ്ഞാൽ എന്നുള്ളത്. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയത് പണ്ട് എൽപ്പെങ്കിലും അതിനെ എന്തേലും അപ്പോൾ നായ തൊട്ട് അപ്പോൾ ആ നജസ് പോകാനായിട്ട് ചിലപ്പം മണ്ണ് വിട്ട് കഴുകേണ്ട ആവശ്യം ചിലപ്പോൾ അന്നേരം ഉണ്ടായിരിക്കാം. അതിനുള്ള സാധ്യതകൾ വേറെ ഉണ്ടാവില്ല, സംവിധാനം വേറെ ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എന്തൊക്കെയോ ഡെറ്റോള് പരിപാടി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അങ്ങനത്തെ പരിപാടികൾ ഫോളോ ചെയ്യണതും ഇപ്പം പിന്നെ പിള്ളേർ അതല്ല ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതും. അപ്പോൾ ഇതൊരു അപ്ഡേഷൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നി എനിക്ക്. ഇപ്പം എല്ലാം ഒരു കാലത്തിനനുസരിച്ചിട്ട് മതങ്ങളുടെ ചിന്തകൾ അവർ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് വികസിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ടൊക്കെ ഇതിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ബേസിക്കലി ഇത് ഇസ്ലാം മതത്തിൽ മാത്രം നടക്കുന്ന ഒരു കഥയല്ല, കേരളത്തിലല്ല ഇന്ത്യയിലെ എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കഥയാണത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ കഥാപാത്രമായിട്ടുള്ള വന്നിട്ടുള്ളവരൊക്കെ തന്നെ നായകനും നായികയും മാത്രമാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും എന്താ പറയാ ഫാസിലിന്റെ കഥാപാത്രങ്ങളാണ്, ഫാസിലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഫാസിലിന്റെ കുടുംബത്തിൽ നിന്നുള്ളവരും അങ്ങനെയൊക്കെയുള്ള. അത് ഒരു കണക്കിന് പറഞ്ഞാൽ ഫാസിലിന് അത് കുറെ ഗുണം ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അവരൊരു ആർട്ടിസ്റ്റായിട്ട് കാണാൻ പറ്റില്ല. കാരണം അവർ ഞാൻ എപ്പോഴും കണ്ണോട്ടിക്കുന്ന ആൾക്കാരവര്. അപ്പൊ എനിക്ക് അപ്പോൾ ചേച്ചി ആയിക്കോട്ടെ, പ്രസീദ് ചേച്ചി, ഉണ്ണിയേട്ടൻ, ഇപ്പം നമ്മൾ ബാക്കിയുള്ള അടുത്ത ആൾക്കാർ, ഇവരൊക്കെ ഞാൻ സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഞാനൊരു ആർട്ടിസ്റ്റ് വരുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യണട്ടെന്ന് പറഞ്ഞു ഞാൻ അവരുടെ ഇടപെടാൻ സുഖമായിരുന്നു. ചേച്ചി ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ ഞാൻ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കണം, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കണവരെ ട്യൂഷൻ ബിഡ് വെബ്സൈറ്റിലൊക്കെ. അപ്പോൾ എനിക്ക് അവരൊരു മീറ്ററും പരിപാടിയൊക്കെ എനിക്ക് കറക്റ്റ് അറിയാം, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുക. അപ്പോൾ അത് ഞാൻ മാക്സിമം യൂസ് ചെയ്തെന്നുള്ളതാണ്. പിന്നെ ഷംല കുമാറും ഒരു തൃത്താലയാണ് അവരുള്ളത്. അവർക്കായി നമ്മളെ പൊന്നാനി സ്ലാങ് കറക്റ്റ് പിടിക്കാനും പറ്റി. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു ഭയങ്കര രസമായിട്ട് അതിന് നിന്നുള്ള. അതുപോലെ കുമാരേട്ടൻ വള്ളിക്കുന്നാണ്. ഇപ്പോഴേക്കും ഒരു ശൈലിയൊക്കെ കറക്റ്റ് ഇപ്പോൾ പിടിച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ശൈലിയൊക്കെ പിടിക്കാൻ പുള്ളി ഭയങ്കര ശ്രമിച്ചിട്ടുണ്ട്. അതെ, പൊന്നാനിൽ വന്ന സമയത്ത് അവിടെ താത്തമാറ്റൊക്കെ സംസാരിക്കും രാവിലെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ലാങ് പിടിക്കാനൊക്കെ ഇപ്പോൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിയൊക്കെ വർക്കായിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പരിപാടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫാസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബം പോലെ പോകുന്ന ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നല്ല അനുഭവങ്ങളും അതുപോലെ മോശപ്പെട്ട അനുഭവങ്ങളും ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കും. രസകരമായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പടത്തിൽ മെയിൻ ക്യാരക്ടർ ആണ് നായ. അപ്പോൾ ഈ നായനെ നമുക്ക് എന്തായാലും വേണം, നായനെ കാണിക്കേണ്ട അത് മൊത്തം ഫില്ലാവില്ല. അപ്പോൾ നായനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഞാൻ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ടെൻഷനായി. നായനെ ഒപ്പിക്കണ്ട നല്ല ടെൻഷനായിരുന്നു. എന്നും ഇതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ
പിറ്റേ ദിവസം ഒരു രാവിലെ ഞാൻ ഇന്ന് രാവിലെ ഒരു ചായ ഇട്ട് മറ്റേ ബാക്കിൽ തന്നെ കടപ്പുറത്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ ചായ കുടിക്കും കടലുണ്ട് നോക്കിയിട്ട്. അതെൻ്റെ ശീലം. ഞാനങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് കുറച്ച് നായക്കളുടെ കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പ്രക്ഷോഭൻ്റെ ഫ്രണ്ട് പ്രക്ഷോഭമുണ്ട്. അവനോട് അജ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടിരായിരുന്നു. അപ്പോൾ വാങ്ങിക്കൊടുന്നു. ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് അപ്പോൾ എല്ലാവരും വന്ന് കൂട്ടം കൂടി തിന്ന്. അപ്പോൾ അതിലൊരു നായ മാത്രം അവിടെ നിന്നു. അപ്പോൾ ഞാൻ അടുത്ത ബിസ്ക്കറ്റ് പാക്കറ്റ് പറഞ്ഞേക്കാൻ വിട്ട്. അപ്പോൾ അവൻ അടുത്ത ബിസ്ക്കറ്റ് ആയിട്ട് വന്നു. അതും ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കടലിൻ്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ ഉണ്ട് ഈ ലൊക്കേഷനിലോട്ട്. അപ്പോൾ ഇവനൊരു ഒരു 5-6 പാക്കറ്റ് ഇങ്ങനെ ഓരോ തിരുമ്പത്തിനടുത്ത് വാങ്ങിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ നായനെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിച്ച് നമുക്ക് വേണ്ട ഷോട്ടുകളൊക്കെ എടുത്ത് അത് എന്നിട്ട് അത് എടുത്ത് കഴിഞ്ഞിട്ടും 2 ദിവസം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നുള്ളതാണ്. അങ്ങനെ അത് പോയി. അത് ഭയങ്കര രസമായിട്ടുള്ള പരിപാടിയിൽ തോന്നി. പിന്നത്തെ ഒരു കേസ് ഭയങ്കര വിഷമമുള്ള സംഭവം വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഡേ ഷൂട്ട് ആണെന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് IFFK സബ്മിറ്റ് ചെയ്യണം. ഷൂട്ട് ഇങ്ങനെ ഫൈനൽ ഡേയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബീച്ച് ചേച്ചി വിശ്വറിൻ്റെ വൈഫ്. അപ്പോൾ 36 സീനൊക്കെ എടുക്കാനുള്ളത്. അപ്പോൾ അന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് വിശ്വട്ടെ വിളിച്ചു പറഞ്ഞാടാ അങ്ങനെ വിജയുടെ ബ്രദർ മരിച്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വിശ്വട്ടാ ഇന്നിപ്പോൾ തീർത്തില്ലെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പോയിട്ടെന്നാ അവർ ചോദിച്ചു. ഇല്ല പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ കിട്ടൂല, ആ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എന്താ ചെയ്യാം എന്നാൽ കുഴപ്പമില്ല, എന്നാൽ ഞങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വ പറയുന്നത് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം, ഓളെ നിങ്ങൾക്ക് നേരത്തെ തീർത്താൻ്റെ 10 തീർക്കാട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വേഗം തീർക്കാറ് എന്ന കാര്യം ഞാൻ അവളെ ഉച്ച വരെ ഞങ്ങളവിടെ നിർത്താം, അവളോട് പറയണ്ട, ഞാൻ മൊബൈലൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇത് ഷൂട്ട് ചെയ്തു എൻ്റെ പരിപാടി തീരട്ടെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് വിടാമെന്ന് വിചാരിച്ച്. എല്ലാ വിഷയവും നല്ല വേണ്ട അത് ചെയ്തോ, 5 ചടങ്ങാറാവേണ്ട പറഞ്ഞു. അങ്ങനെ രാവിലെ വന്ന് ഉച്ച വരെ ഷൂട്ട് ചെയ്ത് എല്ലാ സീനും തീർത്തിട്ട് വിശ്വട്ടൻ വന്ന് കുട്ടി കൊണ്ടുപോയി. വന്ന് ആ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അന്ന് IFFK അന്ന് അയക്കാനും പറ്റൂല, ഒന്നും കഴിയില്ല. അതൊക്കെ ഞാൻ ആഗ്രഹിച്ചുള്ള ഒരു കലയോടുള്ള ഒരു എന്താ പറയുക ആത്മാർത്ഥത ഉണ്ടല്ലോ, അത് ഭയങ്കര ഇതായിട്ട് തോന്നി. അതുപോലെ തന്നെ ഫാത്തിമയായിട്ട് അവതരിപ്പിച്ച അവർക്കത് കുട്ടി ഉണ്ടായിരുന്നു. മടിയിലൊക്കെ ഇരുത്തി ചില ഷോട്ടുകളൊക്കെ എടുത്ത് പല സമയത്തും ആ ഷംലയുടെ കുട്ടി പറഞ്ഞാൽ ആ വീട്ടില് ഒന്ന് ഷംലയുടെ ഉമ്മ ഉണ്ട്, ഉമ്മയുടെ കൂടെ നിൽക്കും. പിന്നെ അവിടെ പോവുക എൻ്റെ അടുത്ത് മാത്രമേ വരുള്ളൂ. ഷംലയുടെ ഹസ്ബൻഡിന് താടിയൊക്കെയുള്ള കാരണം എനിക്കും താടിയൊക്കെയുള്ള കാരണം കുട്ടിക്ക് ഞാൻ സാമ്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് 30 വേഗം വരും. ഇപ്പോൾ കരച്ചിലൊക്കെ നിൽക്കുക ചെയ്യും. അപ്പോൾ പല സമയങ്ങളിലും ഞാൻ കുട്ടീനെ ഒക്കത്തെടുത്തിട്ടടക്കം ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അവർ കുട്ടികളതൊക്കെ രസം നമ്മൾ അവർക്ക് വേണ്ടിയുള്ള സമയമൊക്കെ കൊടുത്തിട്ടാണ് മെല്ലെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കുട്ടി കറിയുമ്പോഴത്തേന് നമ്മൾ ഫീഡ് ചെയ്ത് വിളി എന്നൊക്കെ പറയും. അതിനുള്ള സമയമൊക്കെ പിന്നെ ഷംലക്ക് വേണ്ടിയുള്ള കുട്ടിയുള്ളത് കൊണ്ട് തന്നെ അവിടെ വേണ്ട എല്ലാ സെറ്റപ്പും ചെയ്തു. ഒരു റൂം തന്നെ നമ്മൾ തൊട്ടിലും സെറ്റപ്പൊക്കെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷംലക്കായിട്ട് കുട്ടിക്കായിട്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അവിടുത്തെ താത്തമാർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാടിന്റെ സഹകരണം ഭയങ്കരമായിരുന്നു. ബേസിക്കലി ഇതൊരു പൊന്നാനി പടം എന്ന രീതിയിൽ പറയാൻ പ്രസന്റ് ചെയ്യേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് നോർമലി ഒരു സിനിമയാണ്, അതിന് ഇന്ന സ്ഥലം ബേസ് ചെയ്തിട്ടല്ല പടം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അവിടെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ബേസിക്കലി പറയാൻ തോന്നിയത് പൊന്നാനിക്കാരുടെ സിനിമയാണെന്നുള്ളത്. കാരണം ആ നാട്ടിലുള്ള ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ സഹകരണം അത് ഭയങ്കര വലുതായിരുന്നു. അത് ഇങ്ങനെ പറയാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ആണ് അവരുടെ സഹകരണം ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ ചെറിയ ടീം 5 ആൾക്കാരുടെ ടീമാണ് നമുക്കുള്ളത്. 5 ആൾക്കാരുടെ ടീമിൽ ഒത്തുള്ളൂ. ബാക്കിയുള്ള പണി ഇപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യില്ലെങ്കിലും കോസ്റ്റ്യൂം ഇതൊന്നും നമ്മൾ ആരുമില്ല. പക്ഷെ ഇവരൊക്കെ ആ പണി ചെയ്യുന്നുണ്ടെന്നുള്ള. ഇപ്പോൾ ഒരു ഡ്രസ്സ് അലക്കാൻ അവരലക്കിയിട്ട് തരും. ഇപ്പോൾ കണ്ടിന്യൂറ്റി നോക്കണമെങ്കിൽ അവർ രാവിലെ ചെരുപ്പ് കണ്ടിന്യൂറ്റി നോക്കി വെക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഷൂട്ടിൻ്റെ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു താത്താടെ ഇത് വാങ്ങിയിട്ട് ചെരുപ്പ് വാങ്ങിയിട്ട് അപ്പോൾ ഷംല അത് യൂസ് ചെയ്ത് പിറ്റേ ദിവസം അത് തിരിച്ചു കൊടുത്ത് പോയി. ഇപ്പോൾ പിറ്റേ ദിവസം കൊടുക്കേണ്ടത് അതിൻ്റെ കണ്ടിന്യൂറ്റി ഷോട്ടാണ്. അപ്പോൾ ഞങ്ങളെ പോയേക്കുമ്പോൾ ആ ചെരുപ്പിട്ട് വേറെ ആരും പോയാണ്. അപ്പോൾ ഇവർ ആ ചെരുപ്പ് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ വേഗം പോയിട്ട് അവരെ ഇവിടെയൊക്കെ പോയിക്കുന്നത് അവരൊക്കെ വിളിച്ചു കൊടുന്ന് സാധനം എത്തിച്ച്. പിന്നെ അവർ എന്നും രാവിലെ ആ ചെരുപ്പ് അവിടെ കൊടുന്ന് വെക്കും. ഷൂട്ട് കഴിഞ്ഞിട്ട് ചെരുപ്പ് എടുക്കും. പിന്നെ അവിടെ സൂറാത്ത ഇവർ ഉപയോഗിച്ച കോസ്റ്റ്യൂംസിലൊക്കെ
പകുതി മുക്കാലും അവർ അപ്പുറത്ത് വീട്ടിൽ താത്താൻ്റെ ഇപ്പുറത്ത് താത്താൻ്റെ ഒക്കെയാണ്. ഈ തട്ടം, മാക്സി, പർദ്ദ ഇതൊക്കെ അപ്പുറത്തെ വീട്ടിൽ 4 വീട്ടുകളും കളക്ട് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ മൊത്തം കൂടി ആ ഒരു സഹകരണം ഭയങ്കര വലുതായിരുന്നു. ഫാസിൽ എവിടെ മുതലാണ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക്, ഫാസിലിൻ്റെ കാര്യത്തിലേക്ക് കൂടി വരാം, എവിടെ മുതലാണ് 10ാം ക്ലാസ് അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പം ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തുടങ്ങി, ഇന്നിപ്പോൾ വലിയൊരു ഡയറക്ടറായി, ഇങ്ങനെയാണ് അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്? ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതിലൊക്കെ ആകണ്ടായിരുന്നു, എഴുത്ത് പരിപാടി, പിന്നെ പൂരക്കളിയൊക്കെ കളിക്കണ്ടായിരുന്നു, പിന്നെ കലാമേളയിലൊക്കെ പോകുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിമാണ് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടൊക്കെ ചെയ്യുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സീരിയസ് ആക്കിയിട്ട് ഷോർട്ട് ഫിലിം വേണ്ടത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എഡിറ്റിംഗ് സാധ്യതകൾ കുറച്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ കുറച്ച് പടങ്ങളിൽ സ്പോട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത്, പിന്നെ കഴിഞ്ഞിട്ട് സ്പോട്ട് എഡിറ്ററായി. അതിന് ശേഷമാണ് ഖബർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അതിൻ്റെ ശേഷം ട്യൂഷൻ വീഡിയോ ചെയ്ത്. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഖബർ ചെയ്യുമ്പോഴും ഇത് കണ്ടിട്ട് എനിക്കൊരു സിനിമ ഓഫർ കിട്ടണേ, പിന്നെ ഫ്ലസ് ചെയ്യുമ്പോഴും ഇത് കണ്ടിട്ട് എനിക്കൊരു സിനിമയുടെ ഓഫർ വരണേ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ചെയ്യണേ. ട്യൂഷൻ വീഡിയോ അടക്കം ചെയ്യുന്നത് അതിൻ്റെ ഈ വർക്ക് കണ്ടിട്ട് വേറൊരു സിനിമയുടെ ഒരു ഓഫർ വരണേ എന്നുള്ള സിനിമയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ബേസിക് പരിപാടി. പക്ഷെ അത് ഇപ്പോഴാണ് സാധിച്ചെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ഈ ട്യൂഷൻ വീടും ഖബറും എല്ലാം. ഫാസിലെ ആരൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സിനിമാ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ നിന്ന്? ഒരുവിധം നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഫാസിലും അതിൻ്റെ ഫെമിനിറ്റി ഫാത്തിമയാണ്. അപ്പോൾ ആരൊക്കെ വിളിച്ചു, എന്തൊക്കെ അഭിപ്രായങ്ങളൊക്കെ കിട്ടി? കുറേ പേര് വിളിക്കുന്നുണ്ട്. പടം കണ്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ കോളുകളാണ്. ഇതുവരെ അതിൻ്റെ കോളുകൾ നിന്നിട്ടില്ല. സിനിമയിൽ നിന്ന് ആളുകളും പല ആളുകളും പിന്നെ എൻ്റെ സുഹൃത്തുക്കളും പഴയ സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ട്. അവിടെ നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ടി വിയിൽ ഫുള്ള് ചെയ്യാനുള്ളത് അങ്ങനെ ആ സമയത്തൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് വിളിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും സന്തോഷം കൊടുത്തതിൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. അവിടെ നീയാണല്ലോ പറഞ്ഞിട്ട് ഒരു ടീച്ചർമാരൊക്കെ വിളിച്ച്, പഴയ ടീച്ചർമാരൊക്കെ സാർമാരൊക്കെ, അതൊക്കെ ഭയങ്കര സന്തോഷമായി. അതുപോലെ എം എൽ എ വന്ന്, പിന്നെ നാട്ടുകാർ വന്ന്, വീട്ടുകാർ വന്ന്, എല്ലാവരും വന്ന് സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇതിൽ ഈ പടം തുടങ്ങുമ്പോ തന്നെ എന്താണ് അതിൽ ഫാസിലിന്റെ പെങ്ങളുടെ ഒരു ഡയലോഗ് എന്നാണ് ചിത്രം. താത്തയുടെ ആളുകൂടെ ഉണ്ട്. താത്ത ഇവിടെ നമസ്കാരം താത്ത, വരും ഇരിക്കും. താത്തയുടെ പേര് ഫസീല. ഈ ഒരു ചിത്രം തുടങ്ങുന്നത് താത്തയുടെ ശബ്ദത്തിൽ നിന്നാണ് അല്ലേ? ആ ത്രെഡ് കിട്ടുന്നത് ഇവിടുന്നാണ്. ആ ഡയലോഗ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയൂ. പറഞ്ഞോളൂ. മൂത്രം തട്ടിക്കാതെ കൊണ്ടടക്കണ ബെഡാണ്. ഇനി അതിന്റെ മണം പോവില്ല. ഈ ഒരു ചെറിയൊരു സാധനത്തിൽ നിന്ന് വന്നത് ഇന്ന് കേരളം അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറി അല്ലേ? എന്താണ് പിന്നെ ഇതിൽ ഡബ് ചെയ്തിട്ടുണ്ടോ ഈ ചിത്രത്തിൽ? ചെറുതായിട്ട്. എങ്ങനെ, സിനിമ ഭയങ്കര ആഗ്രഹം ഉണ്ടോ അതോ? കുഴപ്പമില്ല. ഇനി അഭിനയിക്കാനൊക്കെ ഫാസിലിന്റെ ചിത്രത്തിൽ ഇനി അവസരം വന്നാ ഇല്ല എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഫാസിൽ ഈ ഒരു അവാർഡൊക്കെ കിട്ടിയപ്പോ എന്ത് തോന്നി? ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാ ഫാമിലിയിലും എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഓനൊറ്റയ്ക്ക് നേടിയെടുത്ത ഒരു അവാർഡല്ലേ, അപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഞങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോയപ്പോഴൊക്കെ തന്നെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കണ്ണ് നിറഞ്ഞ്. ഇത്രയും ഒരു വലിയൊരു ഇതിലൊക്കെ ഞങ്ങളും തന്നെ എന്ത് വലിയൊരു ഇതിൽ ടാക്സിയിൽ ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ കാണുകയൊക്കെ ചെയ്ത് വലിയ വലിയ ആൾക്കാർ ഒക്കെ ആയപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ആകെ സന്തോഷമായി. ഇത്രയും ഓൻ്റെ ഒരു എന്തുകൊണ്ടല്ല ഇത്രയും വലുതായ ഒരു ഇതായത്. ഫാമിലിയിൽ നിന്നൊക്കെ സപ്പോർട്ട് കുറവായിരുന്നു. ഓൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത വിജയമാണിത്. ഒറ്റയ്ക്ക് പടവെട്ടി. അതാണ്. ചെറുപ്പം തൊട്ടേ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറൊക്കെ കാണാറൊക്കെ ഉണ്ടോ? അങ്ങനെ ഇല്ല. കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് അതൊരു കണക്കിന് ദുബായിക്ക് പറഞ്ഞേക്കാത് നന്നായല്ലേ? ശരിയാ, അതെന്തായാലും നന്നായി. അപ്പം എന്തായാലും സന്തോഷം താത്തേനെയും എല്ലാവരും കാണാൻ പറ്റിയതിൽ. അപ്പോൾ ഫാസിൽ, നമ്മൾ കുറേ നേരം സംസാരിച്ചു. ഖബർ, അതുപോലെ ട്യൂഷൻ വീടാണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി എന്താ പുതിയ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ? പ്രൊജക്റ്റുകൾ അടുത്ത സിനിമ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. പക്ഷേ ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും.
എന്തായാലും ഉടനെ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ശരിക്കും നമ്മുടെ പൊന്നാനിക്കാരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ NCV പ്രേക്ഷകരോട് ഇത്രയും നേരം സംസാരിച്ചതിനും അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് സിനിമ ചിലപ്പം ഉടനെ തിയേറ്ററിലുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തിയേറ്ററിലുള്ള സമയത്ത് എല്ലാവരും സിനിമ കാണാം, തിയേറ്ററിലോട്ട് വരണം, പടം കാണണം, വിജയിപ്പിക്കണം. അതെ, അപ്പം ഫാസിലിൻ്റെ പുതിയ ചിത്രത്തിനായിട്ട് നമ്മളും കാത്തിരിക്കുകയാണ്. താങ്ക് യു ഫാസിൽ. താങ്ക് യു.